നമസ്കാരം. ബോണി തോമസിന്റെ കൊച്ചിക്കാർ എന്ന പുസ്തകത്തിലൂടെയുള്ള നമ്മുടെ ഈ യാത്രയിലേക്ക് വീണ്ടും സ്വാഗതം. കൊച്ചിയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ ഒന്നുകൂടി ഇറങ്ങിച്ചെല്ലുകയാണ്. അതെ, കഴിഞ്ഞ തവണ നമ്മൾ പോർച്ചുഗീസ് ഡച്ച് സ്വാധീനങ്ങളെക്കുറിച്ചാണല്ലോ സംസാരിച്ചത്. കൊച്ചിയിലെ അപ്പലേതുമാരെയും ഐസക്സ് കുടുംബത്തെയും കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗത്തെക്കുറിച്ചാണ് നോക്കുന്നത്. കൊച്ചിയുടെ കൊങ്കണി സംസാരിക്കുന്ന സമൂഹങ്ങൾ. ഈ പുസ്തകത്തിലെ 5ഓളം അധ്യായങ്ങൾ 8, 10, 12, 14, 16 ഇവരെക്കുറിച്ചാണ് പറയുന്നത്. ശരിയാണ്. അവരുടെ കുടിയേറ്റം, പിന്നെ ഗോവയിൽ നിന്നുള്ള വരവ്, അതിന്റെ പിന്നിലെ കാര്യങ്ങൾ, ഇവിടത്തെ ജീവിതം, അവരുടെ ആ കഴിവുകൾ, കരകൗശലം, അതുപോലെ സാമൂഹികമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് നോക്കാം. ഈ കൊങ്കണി സമൂഹം എന്ന് പറയുമ്പോൾ ഒറ്റ ഗ്രൂപ്പല്ല അല്ലേ? അതിനുള്ളിലും പല തട്ടുകളുണ്ട്. ഉണ്ട്. പ്രധാനമായും 16-ാം നൂറ്റാണ്ട് തൊട്ടങ്ങോട്ട് ഗോവയിൽ നിന്ന് പോർച്ചുഗീസുകാരുടെ മതപീഡനം സഹിക്കാൻ വയ്യാതെയാണ് കൂടുതലും ആളുകൾ ഇങ്ങോട്ട് വരുന്നത്, കൊച്ചിയിലേക്ക്. അന്ന് കൊച്ചി രാജാവ് അവർക്ക് അഭയം കൊടുത്തു. അപ്പോ ആ ഒരു സ്വന്തം നാട് വിടേണ്ടി വന്നതിന്റെ ഒരു വേദന അവരുടെ ഓർമ്മകളിൽ എപ്പോഴും കാണുമല്ലോ. തീർച്ചയായും. ഈ നിർബന്ധിച്ച് മതം മാറ്റാൻ നോക്കുക, ഭയങ്കര പീഡനങ്ങൾ, അതൊക്കെയായിരുന്നു പ്രധാന കാരണം. മതം മാറാത്തവരെ കൊല്ലുക പോലും ചെയ്തിരുന്നു എന്ന് പറയുന്നു. അതിൻ്റെ ആ ഒരു ഭീകരത കാണിക്കുന്നൊരു കൊങ്കണി പാട്ടുണ്ട്. കാക്കെ കാക്കെ ഗോവയിൽ പോയോ എന്ന് ചോദിക്കുന്നൊരു പാട്ട്. ആ പഴയ നാടിനോടുള്ളൊരിഷ്ടവും പക്ഷെ അവിടുത്തെ ആ പേടിപ്പിക്കുന്ന ഓർമ്മകളും അതവരുടെ ഒരു ഒരുമിച്ചുള്ള അനുഭവമാണ്. പക്ഷെ ഒരു കൗതുകം എന്താന്ന് വെച്ചാൽ, പുതിയ നാട്ടിൽ വന്നിട്ടും ആ ഗോവയിലുണ്ടായിരുന്ന ജാതി വ്യവസ്ഥ അതിവിടെയും തുടർന്നു എന്ന് പുസ്തകം പറയുന്നു. ഗൗഡസാരസ്വത ബ്രാഹ്മണർ അഥവാ GSB, പിന്നെ ദൈവജ്ഞ ബ്രാഹ്മണർ, വൈശ്യർ, സാരസ്വത് അബ്രാഹ്മണർ, കുടുംബി, അങ്ങനെ പല വിഭാഗങ്ങൾ. അതെ, അവരുടെ ഇവിടത്തെ സാമൂഹിക ജീവിതത്തിലും പിന്നെ തൊഴിൽ കാര്യങ്ങളിലുമൊക്കെ കാണാൻ പറ്റും നമുക്ക്. ഓരോ വിഭാഗമായിട്ട് നോക്കിയാലോ. അധ്യായം 12 അത് കൊങ്കണി വൈശ്യരെക്കുറിച്ചാണ്. കേരി എന്നും പറയും ഇവരെ. കേരികൾ പ്രധാനമായും കച്ചവടക്കാരായിരുന്നല്ലേ? പുസ്തകത്തിൽ RS ഭാസ്കറിനെ പോലുള്ളവരുടെ കാര്യം പറയുന്നുണ്ട്, പരിഭാഷകരായും പ്രവർത്തിച്ചുവെന്ന്. അതെ, കൊച്ചിയിലെ ആ ഒരു വ്യാപാര ശൃംഖലയുടെ ഭാഗമായി അവർ മാറി. പ്രത്യേകിച്ച് ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കുത്തകയൊക്കെ തീർന്ന ശേഷം ബ്രിട്ടീഷുകാരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാക്കാൻ അവർക്ക് പറ്റി. കച്ചവടം മാത്രമല്ല, ഈ RS ഭാസ്കർ ചങ്ങമ്പുഴയുടെ വാഴക്കുല കൊങ്കണിയിലേക്ക് മാറ്റിയത് അതൊരു സാംസ്കാരിക സംഭാവന കൂടിയാണ്. ശരിയാണ്. വ്യാപാരത്തിൽ നിന്ന് നമുക്ക് കരവിരുതിലേക്ക് വരാം അല്ലേ? സ്വർണ്ണപ്പണിയിൽ പേരെടുത്ത ദൈവജ്ഞ ബ്രാഹ്മണർ, സൊനാർമാർ. അധ്യായം 10 അവരെക്കുറിച്ചാണല്ലോ. അതെ, സോന എന്ന് വെച്ചാൽ സ്വർണം. അതിൽ നിന്നാണ് ആ പേര് വന്നത്. ഈ അധ്യായത്തില് ശരിക്കും പറഞ്ഞ അമ്മിണിയമ്മ എന്ന തട്ടാത്തിയെക്കുറിച്ച് പറയുന്നതാണ് ഭയങ്കരം, ഒരു ടച്ചിങ് ആയിട്ടുള്ള ഭാഗം. അവരുടെ ആ ഒരു കഴിവ് അത് അസാധാരണമായിരുന്നു. 94-ാം വയസ്സിൽ മരിക്കുന്നതിന് 2 വർഷം മുൻപ് വരെ അവര് പണിയെടുത്തു എന്ന് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. 70 കൊല്ലത്തിലേറെ. ആലോചിച്ചു നോക്കൂ. അച്ഛനിൽ നിന്ന് കിട്ടിയ കഴിവ് അവർ മകൻ മണിക്ക് കൊടുത്തു, പിന്നെ ചെറുമകൻ പ്രകാശന് കൊടുത്തു, അങ്ങനെ കൈമാറി വന്നു. ശരിക്കും കൊച്ചിയുടെ ആ ഒരു പലതരം സംസ്കാരങ്ങളുണ്ടല്ലോ, അത് അമ്മിണിയമ്മയുടെ ആലയിൽ ഇങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു എന്ന് പറയാം. ഓരോ സമുദായത്തിനും ഓരോ തരം ആഭരണം. അതെ, മുസ്ലിം സ്ത്രീകൾക്ക് ഈ നിലാവ്, നക്ഷത്രമാല, പ്രത്യേകിച്ച് ഗൾഫ് പൈസയൊക്കെ വന്ന സമയത്ത് അതിന് നല്ല ഡിമാൻഡായിരുന്നു. പിന്നെ ലാറ്റിൻ കത്തോലിക്കർക്ക് അരിപ്പത്താലി, കൊങ്കണി സ്ത്രീകൾക്ക് തന്നെ മദ്ദളത്താലി, അതിൽ പവിഴവും കറുത്ത മുത്തുമൊക്കെ ഉണ്ടാവും. താലി ഒരു കുമിള പോലെയിരിക്കും. തമിഴ് വണ്ണാൻ സ്ത്രീകൾക്ക് ശിവലിംഗത്താലി, മറാഠികൾക്കാണെങ്കിൽ മംഗല്യസൂത്രം. ഇതൊക്കെ ഉണ്ടാക്കാൻ അവർക്ക് പ്രത്യേക കഴിവായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാല് ഒരു കരകൗശല വിദഗ്ധ എന്നതിനേക്കാൾ കൊച്ചിയുടെ ആ ഒരു വൈവിധ്യത്തിന്റെ പ്രതീകം തന്നെയായിരുന്നു അമ്മിണിയമ്മ. ഈ ദൈവജ്ഞ ബ്രാഹ്മണർ അവരെ GSBകളിൽ നിന്ന് എങ്ങനെയാ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? പ്രധാന വ്യത്യാസം തൊഴിലാണ്. ഇവർ കൂടുതലും സ്വർണ്ണപ്പണിയിൽ ശ്രദ്ധിച്ചു. GSBകളാണെങ്കിൽ പൂജ, കച്ചവടം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഒരു രസം എന്താന്ന് വെച്ചാൽ, ഫോർട്ട് കൊച്ചിയിലുള്ള ഇവരുടെ ഗോപാലകൃഷ്ണ ക്ഷേത്രമുണ്ടല്ലോ, അവിടെ പൂജ ചെയ്യുന്നത് പോലും GSBകളാണ്. ആഹാ, അപ്പൊ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അവിടുത്തെ വിഗ്രഹം ഗോവയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നും ഒരു വിശ്വാസമുണ്ട്. വളരെ ചെറിയൊരു കൂട്ടരാണല്ലേ ഇവർ, ഏതാണ്ട് 100 പേരോളം മാത്രം. അതുകൊണ്ട് പുറത്തുനിന്ന് കല്യാണം കഴിക്കേണ്ടി വരുന്നു എന്നൊക്കെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതെ, അവരുടെ പഴയ കുടുംബ പേരുകളൊക്കെ ഗോവയിലെ സ്ഥലപ്പേരുകളായിരുന്നു. റേക്കർ, സജ്ജേക്കർ, അങ്ങനെയൊക്കെ. ഇപ്പൊ പക്ഷേ കൂടുതലും സേട്ടെന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഈ ഒരു
ഈ പരമ്പരാഗത പണി ഇന്ന് വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ടാവുമല്ലോ. ഈ മെഷീൻ വെച്ച് ഉണ്ടാക്കുന്ന ആഭരണങ്ങൾ, വലിയ കടകൾ. തീർച്ചയായും അതൊരു വലിയ പ്രശ്നമാണ്. പുസ്തകം എഴുതുന്ന സമയത്ത് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഭാഗത്ത് ആകെ രണ്ട് തട്ടാൻ കടകളെ ഈ ദൈവജ്ഞ ബ്രാഹ്മണരുടേതായി ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് അമ്മിണിയമ്മയുടേതും. പുതിയ തലമുറയ്ക്ക് ഇതിലത്ര താല്പര്യവും ഇല്ലാതാനും. അപ്പോ അമ്മിണിയമ്മയെ പോലുള്ളവരുടെ ആ ഒരു കഴിവ് അത് പതിയെ ഇല്ലാതാവുകയാണോ? ഒരു പരിധിവരെ അതേന്ന് പറയാം. എന്നാലും ഈ കാശുതാലി പോലത്തെ ചിലതുണ്ട്, നല്ല പണി അറിയേണ്ട കാര്യങ്ങൾ. സൂര്യനും ചന്ദ്രനും എഴുതൽ പൂവുമൊക്കെയായിട്ട് അതൊക്കെ ഉണ്ടാക്കുന്നവർ ഇപ്പോഴുമുണ്ട്. പക്ഷേ ആ പഴയ ഒരു പ്രതാപം കുറഞ്ഞു വരുന്നു. ഇനി നമുക്ക് അടുത്ത വിഭാഗത്തിലേക്ക് കടക്കാം. ഗൗഡ സാരസ്വത ബ്രാഹ്മണർ, GSBകൾ. അധ്യായം 14. കൊച്ചിയിലെ കൊങ്കണി സമൂഹത്തിൽ ഒരുപക്ഷെ ഏറ്റവും എണ്ണത്തിലും സ്വാധീനത്തിലും മുന്നിലുള്ള വിഭാഗം, അല്ലേ? അതെ എന്ന് പറയാം. പൗരോഹിത്യം, കച്ചവടം ഇതൊക്കെയായിരുന്നു പ്രധാനം. പക്ഷേ കേരളത്തിന് അവർ കൊടുത്ത ഏറ്റവും വലിയൊരു സംഭാവന, അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലറായ സംഭാവന പപ്പടമാണ്. പപ്പടം, അത് ശരിയാണല്ലോ. നമ്മൾ ഈ എന്നും കഴിക്കുന്ന സാധനം, അത് കേരളത്തിൽ ഇത്രയും പ്രചരിപ്പിച്ചത് GSBകളാണെന്ന് അധികമാർക്കും അറിയില്ലായിരിക്കും. അതിനൊരു കഥയുമുണ്ടല്ലേ? തഞ്ചാവൂർ രാജാവിന്റെ സ്വർണം. ഒരു കൊങ്കണി കഥയുണ്ട്. സ്വർണം തിരുവിതാംകൂറിലെത്തിക്കാൻ സഹായിച്ചതിന് രാജാവ് പ്രത്യുപകാരമായിട്ട് പപ്പടം കൊടുത്തു എന്ന്. വെറും ഉഴുന്നു പപ്പടം മാത്രമല്ല, ജീരകം ചേർത്തത്, പിന്നെ ചക്ക, ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, ചേമ്പ്, എന്തിനേറെ മുളക്, കുരുമുളക് പപ്പടം വരെ. പലതരം പപ്പടങ്ങൾ. പണ്ടത്തെ ആ രീതിയും പറയുന്നുണ്ട്, ഡോയൻ എന്ന കല്ലുപകരണം. അതെ, അതുവെച്ച് ഉഴുന്നു പൊടിച്ചിരുന്നത്. ഇപ്പോ അതൊക്കെ മാറി, മെഷീനുകളായി. ഇവരുടെ കുടിയേറ്റവും ഗോവയിൽ നിന്നാണല്ലോ. പോർച്ചുഗീസ് പീഡനം തന്നെ കാരണം. അതിനു മുൻപ് സരസ്വതീ നദീതീരത്ത് നിന്നാണ് വന്നതെന്നൊരു ഐതിഹ്യവും ഉണ്ട്. അവരവരുടെ ഭാഷയും സംസ്കാരവുമൊക്കെ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. സുശീല ത്രിവിക്രം പയ്യെ പോലുള്ളവർ കൊങ്ങണി പാചകത്തെക്കുറിച്ചും ഗോവയെക്കുറിച്ചുള്ള കഥകളുമൊക്കെ എഴുതിയിട്ടുണ്ട്. ഏദേശ ലോക്ഗീത് എന്നൊരു നാടൻ പാട്ട് ശേഖരം തന്നെയുണ്ട്. അതിലെ ആ പഴഞ്ചൊല്ല്, പിന്നോ തൃപ്പൂണിത്തുറയിൽ പോയ പോലെ, ഒരു കാര്യവുമില്ലാതെ പോയി എന്നർത്ഥം വരുന്ന ആ പ്രയോഗം രസമുണ്ട്. അതെ, കൊങ്ങണി ഭാഷയും കൊച്ചിയിലെ ആ ഒരു പ്രാദേശികതയും ചേർന്നുള്ള കാര്യങ്ങൾ. പിന്നെ കേരളത്തിലെ ആദ്യത്തെ വനിതാ ടീച്ചർ ഒരു GSB ആയിരുന്നിരിക്കാമെന്നും പുസ്തകം പറയുന്നുണ്ട്. MM സരസ്വതിഭായി, 1908. ആഹാ. RS പ്രഭു, AD ഹരിശർമ്മ, പുരുഷോത്തമ മല്ലയ്യ, അങ്ങനെ പ്രമുഖരായ ഒരുപാട് പേരുണ്ട് ഈ സമൂഹത്തിൽ നിന്ന്. സ്പന്ദൻ എന്നൊരു മാസിക ഇപ്പോഴും ഇറങ്ങുന്നുണ്ടെന്നും പറഞ്ഞു. പിന്നെ ഇവയുടെ പ്രധാന ആരാധനാകേന്ദ്രം മട്ടാഞ്ചേരിയിലെ തിരുമല ദേവസ്വം ക്ഷേത്രം. അതിനും വലിയൊരു ചരിത്രമുണ്ട്. അതെ, ആ വിഗ്രഹം കൊണ്ടുവന്നതിനെക്കുറിച്ചും പിന്നെ ആലപ്പുഴയ്ക്ക് കൊണ്ടുപോയതിനെക്കുറിച്ചുമൊക്കെ. ശരിയാണ്. ദേവരശിഗണി എന്നൊരാളെ കൊച്ചി രാജാവ് വധിച്ചതിനെ തുടർന്നുണ്ടായ പേടികൊണ്ട് അവർ വിഗ്രഹവുമായി ആലപ്പുഴയ്ക്ക് പോയി. പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് 1791 തിരിച്ചു മട്ടാഞ്ചേരിയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നത്. അവരുടെ കുടുംബപ്പേരുകളും ഷേണായി, ഭട്ട്, നായിക്, പ്രഭു, അതൊക്കെ പഴയ തൊഴിലുമായി ബന്ധപ്പെട്ടതാണല്ലേ? അതെ, കണക്കെഴുത്തുകാരൻ, പൂജാരി, സൈനികൻ, തലവൻ, അങ്ങനെയുള്ള അർത്ഥങ്ങൾ. മട്ടാഞ്ചേരിയിലെ ഷഷ്ടിപ്പറമ്പ് എന്ന സ്ഥലത്തിന് ഗോവയിലെ ഷഷ്ടി എന്ന സ്ഥലവുമായി ഒരു ബന്ധമുണ്ടാവാമെന്നും പറയുന്നുണ്ട്. ലോകപ്രശസ്തമായ ഹോർത്തൂസ് മലബാറിക്കസില്ലേ, ആ പുസ്തകത്തിന്റെ രചനയില് ഇവരുടെ പണ്ഡിതന്മാർക്കും പങ്കുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു അംഗീകാരം തന്നെയാണ്. തീർച്ചയായും. അതോടൊപ്പം നല്ലൊരു പാചക പാരമ്പര്യവും. സുശീലപ്പൈ പറയുന്ന മോദകം, ഉഴുന്നുകൊണ്ടുള്ള പലഹാരങ്ങൾ, പൊങ്കൽ, ബേസൻ ലഡു, കുളുമ്പ്, ഗജ്ബജ്, സ്വർണക്കറി, കൊണ്ടാട്ടങ്ങൾ, അച്ചാറുകൾ, വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട്. കൊള്ളാം. ഇനി അധ്യായം 16, കുടുംബി സമുദായം. കൊങ്കണി സമൂഹത്തിനുള്ളിൽ തന്നെ കുറച്ചുകൂടി താഴെത്തട്ടിൽ കണ്ടിരുന്ന ഒരു വിഭാഗം. അതെ, പ്രധാനമായും കൃഷിയായിരുന്നു ഇവരുടെ ജോലി. പ്രത്യേകിച്ച് ആ പൊക്കാളി കൃഷി, ഉപ്പുവെള്ളം കയറുന്ന പാടങ്ങളിലെ നെൽകൃഷി. അതിൽ അവർക്ക് നല്ല വൈദഗ്ധ്യമുണ്ടായിരുന്നു. ഭക്ഷണത്തിലുമുണ്ട് പ്രത്യേകത. കടൽ വിഭവങ്ങളോട് ഒരു ഇഷ്ട കൂടുതൽ. ചെമ്മീനും ഞണ്ടും കക്കയുമൊക്കെ. കൊച്ചിയിലെ ചെമ്മീൻ കൃഷി വ്യാപിപ്പിച്ചതിലും പിന്നെ അത് കയറ്റുമതി ചെയ്യുന്ന ഒരു വലിയ വിപണിയാക്കി മാറ്റുന്നതിലുമൊക്കെ കുടുംബി സമുദായത്തിന് നല്ല പങ്കുണ്ട്. അപ്പോ ഇത്രയും വ്യത്യസ്ത ഗ്രൂപ്പുകളെ നമ്മൾ കണ്ടു. ഇനി അധ്യായം 8, സാരസ്വത് അബ്രാഹ്മണർ. ചരിത്രമില്ലാത്ത വിപ്ലവം എന്ന ആ പേര് തന്നെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്.
ശരിയാണ് അത്. കൊച്ചിയിലെ സാമൂഹിക ചരിത്രത്തിലെ അധികമാരും ശ്രദ്ധിക്കാത്ത പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക മാറ്റത്തിന്റെ കഥയാണ്. ഗോവയിൽ നിന്ന് ഇവർക്ക് കിട്ടിയ പാരമ്പര്യം അത് ക്ഷേത്രങ്ങളിലെ പാട്ടും ഡാൻസുമായി ബന്ധപ്പെട്ട ജോലികളായിരുന്നു. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ അതവരെ ഒരു വലിയ സാമൂഹിക തകർച്ചയിലേക്ക് കൊണ്ടെത്തിച്ചു. അതിന് കാരണം ഈ പറഞ്ഞ ദേവദാസി സമ്പ്രദായമായിരുന്നോ? പ്രധാനമായും അതുതന്നെ. സ്ത്രീകളെ അമ്പലത്തിലെ ദാസികളായിട്ട് സമർപ്പിക്കുന്ന ആ രീതി അത് വലിയ തോതിലുള്ള ചൂഷണത്തിന് വഴിയൊരുക്കി. അവർക്ക് സാധാരണ പോലെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല, കുടുംബജീവിതമില്ലാതായി, സമൂഹം അവരെ ഒറ്റപ്പെടുത്തി, മറ്റുള്ളവരുടെ ചൂഷണത്തിനും ഇരയായി. വളരെ വളരെ മോശം അവസ്ഥയിലായിരുന്നു അവർ. ഈ സമയത്താണ് പ്രൊഫസർ എസ് പത്മനാഭൻ വരുന്നത്, അല്ലേ? അതെ, ആ സമൂഹത്തിൽ നിന്ന് ആദ്യമായി ബിരുദം നേടിയ ആളാണ് പ്രൊഫസർ പത്മനാഭൻ. പിന്നീട് തൃശൂർ കേരളവർമ്മ കോളേജിലെ പ്രിൻസിപ്പളൊക്കെയായി. നല്ലൊരു ഗാന്ധിയനായിരുന്നു. ഖദർ ധരിക്കുന്ന, ഹിന്ദി പ്രചരിപ്പിക്കുന്നൊരാൾ. 1937 ജവഹർ ഹിന്ദി വിദ്യാലയമൊക്കെ തുടങ്ങി. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം സ്വന്തം സമുദായത്തെ ഈയൊരു അവസ്ഥയിൽ നിന്ന് കരകയറ്റുക എന്നതായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത്? 1938 സാരസ്വത് അസോസിയേഷൻ എന്നൊരു സംഘടനയുണ്ടാക്കി. ഈ ദേവദാസി സമ്പ്രദായത്തിനെതിരെ ഭയങ്കരമായിട്ട് പോരാടി. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തു, പെൺകുട്ടികളെ പഠിപ്പിക്കാൻ പറഞ്ഞു, കല്യാണം കഴിക്കാൻ എല്ലാവരെയും പ്രേരിപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെയും കൂടെയുണ്ടായിരുന്ന ഒരുപാട് പേരുടെയും പി ശിവദാസ്, എസ് കൃഷ്ണൻ, ഡി എസ് ഗിരിദാസ്, ടി കെ വാമനൻ, കാശിനാഥ്, സുന്ദർദാസ്, കമലാക്ഷി, ലാംബി ടീച്ചർ, ഗംഗാ ടീച്ചർ, അങ്ങനെ ഒരുപാട് പേരുടെ പരിശ്രമം കൊണ്ടാണ് സർക്കാർ രേഖകളിൽ അവർക്ക് സാരസ്വത് അബ്രാഹ്മണർ എന്നൊരു പേര് കിട്ടുന്നതുപോലും പറയും. പക്ഷേ വിദ്യാഭ്യാസം കൊണ്ടും സംഘടന കൊണ്ടുമൊക്കെ അവർ പതിയെ അതിനെ മറികടന്നു. സ്വാതന്ത്ര്യസമരത്തിലും ഈ ചെറിയ സമൂഹം പങ്കാളികളായിട്ടുണ്ട്. സി ദിവാകർ റാവു, ആർ ശിഖാമണിഭായി എന്നൊരു സ്ത്രീ, സി പി രാമചന്ദ്രൻ, ആർ സുന്ദർദാസ്, ഇവരുടെയൊക്കെ പേരുകൾ പുസ്തകത്തിലുണ്ട്. അന്നവർ നടത്തിയ മദ്യവിരുദ്ധ പ്രചാരണത്തിലെ മുദ്രാവാക്യം ശ്രദ്ധേയമാണ്. നക്ക നക്ക ഒച്ചുനക്ക, സുരഷാപ്പ് ഒച്ചുനക്ക, വേണ്ട വേണ്ട പോകേണ്ട, മദ്യഷാപ്പിൽ പോകേണ്ട എന്ന്. പുസ്തകത്തിൽ പ്രൊഫസർ പത്മനാഭനെ വി ടി ഭട്ടതിരിപ്പാടുമായിട്ടൊരു താരതമ്യം ചെയ്യുന്നുണ്ടല്ലോ. നമ്പൂതിരി സമുദായത്തിലെ പ്രശ്നങ്ങൾക്കെതിരെ പോരാടിയ ആളാണല്ലോ വി ടി. അതുപോലെ സാരസ്വത് അബ്രാഹ്മണ സമൂഹത്തിലെ ഈ പ്രശ്നങ്ങൾക്കെതിരെ പോരാടിയ ആളെന്ന നിലയ്ക്കാണ് ആ താരതമ്യം. ലതാ മങ്കേഷ്കറും ആശാഭോസിലൊക്കെ ഗോവയിലെ ഇതേപോലത്തെ ഒരു ക്ഷേത്രകലാകാര പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് സംഗീതത്തിൽ വലുതായതും പുസ്തകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചിയിലെ ഈ സമൂഹം അനുഭവിച്ച ആ ഒരു ദുരിതവും അതിജീവനവും എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ നമ്മൾ ഇന്ന് കൊച്ചിയിലെ കൊങ്ങണി സമൂഹത്തിലെ പല തട്ടുകളെക്കുറിച്ച് സംസാരിച്ചു. ഗോവയിൽ നിന്നുള്ള വരവ്, സ്വർണ്ണപ്പണി, കച്ചവടം, പപ്പടമുണ്ടാക്കുന്നത്, കൃഷി, പിന്നെ അവസാനം പറഞ്ഞ ഈ സാരസ്വത് അബ്രാഹ്മണരുടെ ആരും അറിയാതിരുന്ന വിപ്ലവം വരെ. ശരിയാണ്. കൊച്ചിയുടെ ആ ഒരു സാംസ്കാരിക വൈവിധ്യത്തിന് കൊങ്കണി സമൂഹം ഒരുപാട് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ആ പോർച്ചുഗീസ് പീഡനത്തെ അതിജീവിച്ചത്, പുതിയ നാട്ടിൽ വന്ന് സ്വന്തമായി ഒരിടം ഉണ്ടാക്കിയെടുത്തത്, സ്വന്തം സമൂഹത്തിലെ പ്രശ്നങ്ങളെ നേരിട്ട് പരിഹാരം കണ്ടത്, അതൊക്കെ അവരുടെ ഒരു ശക്തിയുടെ കഥയാണ്. ഏറ്റവും പ്രധാനം, കൊച്ചിയുടെ ഭാഗമായി മാറിയപ്പോഴും സ്വന്തം ഭാഷയും ആ ഒരു ഐഡന്റിറ്റിയും അവർ വിട്ടില്ല എന്നതാണ്. അതെ, ഒരേ ഭാഷ സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പിനുള്ളിൽ തന്നെ ഇത്രയും ഉപവിഭാഗങ്ങൾ, ഓരോന്നിനും അതിൻ്റേതായ ചരിത്രം, തൊഴിൽ, രീതികൾ, അതൊക്കെ നിലനിർത്തിപ്പോന്നു എന്ന് പറയുമ്പോഴാണ് കൊച്ചിയുടെ ആ ഒരു ബഹുസ്വരതയുടെ ആഴം മനസ്സിലാവുന്നത്. ഇവിടെയാണ് നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത് ഇങ്ങനെ: ഒരേ ഭാഷാ ഗ്രൂപ്പിൽ പോലും ഇത്രയധികം തനിമയും വൈവിധ്യവും സൂക്ഷിക്കുന്ന രീതി. ഇന്നത്തെ കാലത്ത് ഈ ആധുനികവൽക്കരണത്തിൻ്റെയും ഗ്ലോബലൈസേഷൻ്റെയും ഒക്കെ സമ്മർദ്ദത്തിൽ എത്രത്തോളം ഇത് നിലനിൽക്കും? കാലം കഴിയുമ്പോൾ ഈ തനിമകൾക്ക് എന്തു മാറ്റം വരും? അതൊരു ചിന്തിക്കേണ്ട വിഷയമാണ്. തീർച്ചയായും. ആ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഈ സംഭാഷണം ഇവിടെ നിർത്താം. അടുത്ത തവണ നമ്മൾ കൊച്ചിയിലേക്ക്, തെക്ക് ഭാഗത്തുനിന്ന് വന്ന സമൂഹങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. തമിഴ്, തെലുങ്ക് വേരുകളുള്ളവർ, വണ്ണാന്മാർ, ചെട്ടിയാർമാർ, വാണിയർമാർ, ചക്ലിയർമാർ, അങ്ങനെ പല വിഭാഗങ്ങളുടെ കഥകൾ, അവരുടെ തൊഴിലുകൾ, ജീവിതം, മാറ്റങ്ങൾ, അതൊക്കെയാവും വിഷയം. കാത്തിരിക്കുന്നു. നമസ്കാരം. നമസ്കാരം.